ഇപ്പോഴിതാ പുതിയൊരു വിവാദം. വിജയിൻ്റെ ബർത്ത്ഡേക്ക് ഇൻസ്റ്റാഗ്രാമിൽ തൃഷ പങ്കുവച്ച ചിത്രമാണ് പുതിയ വിവാദത്തിന് കാരണമായിരിക്കുന്നത്. തൃഷ പങ്കുവച്ച ചിത്രം AI ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് ഗുരുതരമായ ആരോപണം ഗായിക സുചിത്ര ഉന്നയിച്ചിരിക്കുന്നു. ഒരു വീഡിയോയിലൂടെയാണ് സുചിത്ര ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതൊന്ന് കേട്ടു നോക്കൂ. സയൻസ് சொல்றேன். நான் ஒன்றும் பெரிய AI எக்ஸ்பர்ட் இல்ல, பட் என்னுடைய காமன் பர்சன் கண்ணுக்கு தெரிஞ்சது இவருடைய ஷர்ட் இட் டசன்ட் லுக் நேச்சுரல். தட் ஃபேப்ரிக், இந்த காலர் எதுவுமே நேச்சுரலா இல்ல, எல்லாம் 2Dயா இருக்கு. நீங்க கொஞ்சம் ப்ளீஸ் ஜூம் இன் பண்ணி பாருங்க. வேற அவரோட எந்த போட்டோ வேணா எடுத்து பாருங்க. ஷர்ட் எப்படி சிட் ஆகும் அவருடைய ஷோல்டர்ஸ்ல, ஷோல்டருடைய கர்த் எப்படி இருக்கும் அப்படின்றதெல்லாம். தட்ஸ் நாட் a real shirt. And she's taken his assembly face, I think. அவருடைய ஃபேஸ் வந்து அவர் அசெம்பிளில இருக்கும்போது இருக்கிற ஃபேஸ் அது. The lot of stills available. It's so easy to get that capture. அந்த ஹேர், அந்த பின்னாடி கொஞ்சம் இருக்கிறது, அரகஜா, that everything is his assembly face. ஏன் இப்படிதான் ஜெனரேட் பண்ணி கொடுக்கும். பர்த்டே கேக்கோட கூட 3 டிராமிசு டப்பா வச்சிருச்சு முன்னாடி. டிராமிசுலாம் அவ்வளோ பெருசாலாம், 3 டிராமிசு. இவங்க முன்னாடி ஒரு மேங்கோ கேக் அண்ட் அவரோட கேக்கு மேல ஃப்ளவர்ஸ். Who's making birthday cakes with massive flowers, real flowers on it? சொல்லலாம், ப்ரீவியஸ் அவங்க போட்ட பர்த்டே போஸ்ட்ஸ்ல இந்த பர்த்டே போஸ்ட் ஏதோ 10x நெருக்கம் கூடி இருக்குன்ற மாதிரி. நான் ஃபர்ஸ்ட் நோட்டீஸ் பண்ணது இதுதான். அந்த ஃபேப்ரிக்கும் அந்த டேபிளும் பிளெண்ட் ஆயிடுச்சு. யூஸ்வலா நீங்க ஒரு ஷர்ட் போட்டு ஒரு டேபிள் அப்படி இடுக்கிக்கிட்டு உட்கார்ந்து இருக்கீங்கன்னா அந்த ஷர்ட் ரிங்கிள்ஸ் எல்லாமே தெரியும் கிளீனா இன் ரியல் போட்டோகிராஃப். பட் AI ஜெனரேட் பண்ணும்போது அது ஷர்ட்டையும் டேபிளையும் பிளெண்ட் பண்ணிருச்சு. ഇതാണ് കാതല. അയ്യോ ഭയമാ இருக்கே. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചിത്രത്തിലെ അസ്വാഭാവികതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുചിത്രയുടെ വാദങ്ങൾ. ചിത്രത്തിൽ വിജയ് ധരിച്ചിരിക്കുന്ന ഷർട്ടിൻ്റെ ഫാബ്രിക്കിലും കോളറിലും സ്വാഭാവികത അനുഭവപ്പെടുന്നില്ല. ചിത്രം സൂം ചെയ്ത് പരിശോധിക്കുമ്പോൾ എല്ലാം 2D രൂപത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ഷർട്ട് തോളിൽ കിടക്കുന്ന രീതിയിലും അസ്വാഭാവികതയുണ്ട്. ഇത് യഥാർത്ഥ ഷർട്ടല്ലെന്ന് വ്യക്തമാണെന്നാണ് സുചിത്ര പറയുന്നത്. വിജയുടെ മുഖവും മുടിയും അസംബ്ലിയിലെ ചിത്രങ്ങളുമായി സാമ്യമുള്ളതാണെന്നും AI ഉപയോഗിച്ച് ഇത്തരം ചിത്രങ്ങൾ എളുപ്പത്തിൽ നിർമ്മിക്കാമെന്നും സുചിത്ര ആരോപിക്കുന്നു. ചിത്രത്തിലെ കേക്കിന് മുകളിൽ അസ്വാഭാവികമായി വലിയ പൂക്കളുണ്ടെന്നും ഷർട്ടിൻ്റെ ഫാബ്രിക്കും മേശയും തമ്മിൽ യോജിച്ചു പോകുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനോടൊപ്പം എല്ലാം അർത്ഥവത്താക്കുന്ന വ്യക്തിക്ക് ജന്മദിനാശംസകൾ എന്നാണ് തൃഷ കുറിച്ചിരിക്കുന്നത്. എന്നാൽ കേക്കിലെ ചിത്രത്തെ ചൊല്ലി അത് തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായ നടൻ്റെ ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ടതാണോ എന്ന ചോദ്യം ഉയർന്നിരിക്കുന്നു. എന്തായാലും വിജയുടെയും തൃഷയുടെയും ചിത്രത്തെ ചുറ്റിപ്പറ്റി ഉയർന്നു വരുന്ന ഈ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. ഗായിക സുചിത്രയ്ക്കും തൃഷയ്ക്കും തമ്മിലുള്ള പക ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.